നമസ്കാരം. അങ്ങനെ ഞങ്ങൾ ലക്നൗവിലെത്തി. ഞങ്ങൾ ബാഗേജൊക്കെ എടുത്ത് ഞങ്ങൾ അപ്പോഴത്തേക്കും ട്രാവൽ ഏജൻസിയിൽ നിന്ന് വന്ന് വണ്ടി റെഡിയായിരുന്നു. ഞങ്ങൾ അയോധ്യയുടെ അവിടേക്കാണ് പോകുന്നത് കേട്ടോ. അയോധ്യയുടെ സെൻറ്റർ പിന്നെ എൻട്രി ചെയ്യുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. ഓക്കെ, അവിടെ എത്തിയപ്പോൾ ഒരു ഭയങ്കര സന്തോഷമായിരുന്നു. എന്നിട്ട് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലേക്കാണ് പോകുന്നത്. അവിടുത്തെ ഒരു ആചാരമാണ് കേട്ടോ നമ്മുടെ ഈ ഷോളിട്ട് സ്വീകരിക്കുക എന്നുള്ളത്. അതൊരു വലിയ വിചിത്രമായിട്ട് തോന്നി. എല്ലാവരെയും രാമൻ്റെ ഷോളൊക്കെ ഇട്ട് സ്വീകരിക്കും. ഉച്ചയ്ക്ക് നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് നമുക്ക് ഫുഡ് കിട്ടിയത്. ഇത് സരയൂ നദിയാണ് കേട്ടോ. നമ്മൾ പാട്ടിലൊക്കെ കേട്ടിട്ടില്ലേ സരയൂ, ആ നദിയാണ്. നമ്മൾ ആ നദിയുടെ തീരത്ത് തന്നെയായിരുന്നു നമ്മുടെ ഫുഡ് കഴിക്കുന്ന ഹോട്ടൽ. കുറച്ച് നേരമൊക്കെ അവിടെയൊക്കെ നിന്നു. ഇനി നമ്മൾ അവിടെ നിന്ന് പോകുന്നത് ഇതിൻ്റെ മെയിൻ, അതായത് സരയൂ നദിയുടെ ഉത്ഭവസ്ഥാനവും അവിടെ ചെന്നപ്പോഴാണ് കേട്ടോ ഇത് നമുക്ക് ഗൈഡ് ചെയ്യുന്ന ആള് നമുക്ക് അതിൻ്റെ പ്രാധാന്യത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ശരിക്കും ഹിന്ദിയെക്കുറിച്ച് എനിക്ക് ഹിന്ദി വലിയ പിടിയില്ലെങ്കിലും 1-2 ദിവസം സംസാരിച്ചപ്പോൾ കുറേയൊക്കെ മനസ്സിലാവുകയൊക്കെ ചെയ്യും. തിരിച്ച് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്നേ ഉള്ളൂ. എനിക്ക് ഈ കുങ്കുമത്തിനോട് പ്രത്യേക ഒരു കമ്പമാണ്. എല്ലാം നോക്കിയൊക്കെ കാണുന്നുണ്ട്. പിന്നെ സ്ട്രീറ്റ് ഫുഡ് ഒരുപാട് കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ. നല്ല സ്വീറ്റ്സ് ആയിട്ടുള്ള സ്ട്രീറ്റ് ഫുഡുകളുണ്ട്. ഈ ചേച്ചി നമുക്ക് എല്ലാവർക്കും ഇതേപോലെ നെറ്റിയിൽ തൊട്ട് തന്നു.